ഒരു ലോറി ഡ്രൈവറാണ്. 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ലോറി ഡ്രൈവറാണ്. പണ്ട് അദ്ദേഹം മീൻ കച്ചവടം ചെയ്തിരുന്നതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ദിവസം ഒരു വഴി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഏതൊരാളുടെ പറമ്പിൽ നിന്നൊരു മാവ് ഇങ്ങനെ പുറത്തേക്ക് ഈ വഴിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കും. മാങ്ങ ഉണ്ടാവുന്ന കാലമാണ്. അപ്പോൾ ഈ മാവിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനൊരു ചെറിയ മാങ്ങ പൊട്ടിച്ചു. കുറച്ച് നടന്നതിന് ശേഷം മൂപ്പരങ്ങളോട് പറഞ്ഞു, അത് വേറൊരാളുടെ പറമ്പിൽ അയാളുടെ അനുവാദം ഇല്ലാതെ അത് പൊട്ടിക്കുന്നതിൽ ഒരു ശരിയില്ലായ്മ ഉണ്ട്. അപ്പം എനിക്ക് ഇദ്ദേഹം അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പുച്ഛ തോന്നി. ഇയാളിപ്പോൾ ആരുടെ അതൊക്കെ പറയാൻ, അയാൾ ഇതൊന്നും പറയാൻ അർഹനല്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ. പക്ഷെ ഞാൻ അയാളെ നിരീക്ഷിക്കാൻ തുടങ്ങി. അയാൾ മനുഷ്യരോട് പെരുമാറുന്നതും അയാളുടെ ഇടപാടുകളും അയാളുടെ സൂക്ഷ്മതയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം നമ്മളൊരാളെ വിലയിരുത്തുമ്പോൾ അയാൾ 2ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്, മുമ്പ് മീൻ കച്ചവടം ചെയ്തിരുന്ന ആളാണ്, പിന്നെ ലോറിയിലൊക്കെ പോകുന്ന ആളാണ്. നമ്മൾ നിസ്സാരമായിട്ടാണ് നമ്മളിതിനൊക്കെ കാണുക. പക്ഷെ ആ മനുഷ്യൻ പഠിപ്പിച്ചൊരു പാഠമാണ്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫ്രൂട്ട് സ്റ്റാൻഡിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഒരു മുന്തിരി നമ്മൾ ടേസ്റ്റ് നോക്കാൻ പൊട്ടിക്കുമ്പോൾ ഇയാളുടെ മുഖം ഓർമ്മ വരിക. സമ്പത്ത് കൊണ്ടല്ല അദ്ദേഹം നമുക്ക് മാതൃകയാവുന്നത്. ഒരു സമീപനം കൊണ്ട് നമുക്ക് മാതൃകയാവാൻ പറ്റും. ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അതൊന്നും ഇതിന് തടസ്സമാവേണ്ടതില്ല എന്നുള്ളത്.